വെൽക്കം ബാക്ക് യൂട്യൂബ്. ഇന്ന് നമ്മളടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650 ആണുള്ളത്. ചാനലിൽ ആദ്യം ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു POV വീഡിയോ ആയിട്ട്. ഇന്നാണൊന്ന് പ്രോപ്പർ റിവ്യൂ എടുക്കാൻ കിട്ടിയത്. സോ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ വണ്ടി ഫുള്ളൊരു റെട്രോ ലുക്കാണ്. എന്താ പറയുക, നമ്മളെ ബീച്ചിലൂടെയൊക്കെ ചില്ല് ചെയ്ത് ഓടിക്കുന്ന റീൽസൊക്കെ കണ്ടിട്ടില്ലേ, ഹാഫ് ഫേസ് ഹെൽമെറ്റ് തൊട്ട് അങ്ങനത്തെ ഒരു മൂഡിലുള്ളൊരു വണ്ടിയാണ്. ഒരു ടൂറിങ് വെഹിക്കിൾ ആണെന്നോ ചോദിച്ചാൽ പവർ ഉണ്ട്, ബട്ട് ടൂറിങ് എന്ന പേർപ്പസ് ഇതിന് പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ലഗേജ് ക്യാരി ഒരു ഇഷ്യൂ ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ടൂറിങ് പേർപ്പസ് ഒരു ഇഷ്യൂ ആണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ വീക്കെൻഡ് റൈഡ്സ് പിന്നെ സിറ്റിയിലൂടെ ഒന്ന് അടിച്ച് പൊളിച്ച് ഓടിക്കുക അങ്ങനെയൊക്കെ സെറ്റാണ് വണ്ടി. നമുക്കെന്തായാലും സ്ട്രെയിറ്റ് സ്പെക്കിലേക്ക് കിടക്കാം. സോ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് 7 കളേഴ്സാണ്. ഒരുപാട് ചോയ്സ് ഉണ്ട് കളേഴ്സിൽ. 7 കളേഴ്സാണ് വരുന്നത്. റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഓറഞ്ച്, ബ്ലാക്ക്, പിന്നെ റെഡ് വിത്ത് വൈറ്റ്, ബ്ലാക്ക് വിത്ത് വൈറ്റ് ആൻഡ് പിന്നെ നമ്മളെ ക്രോമും വരുന്നുണ്ട്. ക്രോം ഒരു അടിപൊളിയാണ്, നാട്ടുകാരൊക്കെ ഒന്ന് എടുത്തു നോക്കും ക്രോം. പിന്നെ റെഡും ബ്ലാക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ്. വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് 648 cc പാരലൽ ട്വിൻ സിലിണ്ടറാണ്. 2 സിലിണ്ടറും ഇങ്ങനെ ഇരിക്കും. മറ്റേത് നമ്മൾ V twin ആയിരുന്നു, V പോലെ ഇരിക്കും. ഓരോ സിലിണ്ടർ V പോലെ ഇരിക്കും. ഇതിൽ രണ്ടും എടുത്തെടുത്താണ്, രണ്ടും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ട്വിൻ എക്സോസ്റ്റാണ്. ഈ എക്സോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് സ്വീറ്റ് ആൻഡ് എന്താ പറയുക, നൈസാണ്. നമുക്ക് ഐഡിലായി നിൽക്കുമ്പോഴൊക്കെ വണ്ടിയുടെ ആ ഒരു ഗാംഭീര്യത, ആ ഒരു എന്താ പറയുക ബൾക്കിനെസ് നമുക്ക് ആ എക്സോസ്റ്റിലൂടെ തന്നെ ഫീൽ ചെയ്യും. കാണുന്ന ആൾക്കാർക്കും ആ ഒരു ഹെവി ഫീൽ ഉണ്ട്, ഓടിക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഹെവി ഫീൽ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. വണ്ടിയുടെ പവർ ഫിഗേഴ്സ് വരുന്നത് 47 bhpയും ടോർക്ക് 52 Nm ആണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. എനിക്ക് സിറ്റിയിൽ ആക്ച്വലി വെറും 2ഉം 3ഉം ഗിയർ മാത്രമേ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 202 kg ആണ്. ആ 202 kg നമുക്ക് എല്ലാ സ്ഥലത്തും അറിയും. ഇങ്ങനെ നീക്കുന്ന സമയത്ത് നമ്മളെ കാലിൻ്റെ എവിടെ അറിയും, വെയിറ്റ് എല്ലാ ഭാഗത്തും നമുക്കറിയും. അപ്പോൾ ഈ വണ്ടി നമ്മളൊരു 2-3 മാസം കണ്ടിന്യൂസ് ഓടിക്കുകയാണെങ്കിൽ നമ്മളെ ഫോറാംസും നമ്മളെ ലെഗിൻ്റെ അവിടുത്തെ മസിൽസൊക്കെ അടിപൊളിയായിട്ട് ബിൽഡപ്പ് ആകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. വണ്ടിയുടെ ടാങ്ക് വരുന്നത് 13.7 ലിറ്ററാണ്. അതിൻ്റെ അകത്ത് 2.7 ലിറ്റേഴ്സ് റിസർവ് ആണ് വരുന്നത്. വണ്ടിയുടെ മൈലേജ് കമ്പനി പറയുന്നത് 25 to 30 ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. അപ്പം അവന് 18 to 23 ആ റേഞ്ചാണ് മൈലേജ് കിട്ടുന്നത്. പിന്നെ ബാക്കി ഓടിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 170 ആണ് വരുന്നത്. വണ്ടിയുടെ സീറ്റായിട്ട് വരുന്നത് 804 mm ആണ്. സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. നമുക്ക് ലോങ് റൈഡ്സിന് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വീക്കെൻഡ് റൈഡ്സിന് ഓക്കെയാണ്. ലോങ് റൈഡ്സിന് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആക്കേണ്ടി വരും സീറ്റ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞത് 174 mm ആണ് വരുന്നത്. അടി തട്ടാൻ ഇല്ലല്ല, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കി കണ്ട് വലിയ പോട്ടോൾസൊക്കെ ആണെങ്കിൽ ഒന്ന് തട്ടുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 320 mm, ബാക്കിൽ 240 mm ആണ് വരുന്നത്. ബ്രേക്ക് ബൈറ്റൊക്കെ അടിപൊളിയാണ്. ഈ 650 cc വണ്ടീനെ പിടിച്ചു നിർത്താനും ഈ ഒരു വെയിറ്റിനെ പിടിച്ചു നിർത്താനും ആ ബ്രേക്ക് നല്ലപോലെ ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ വെയിറ്റും വണ്ടിയുടെ പവറും പിടിച്ചു നിർത്താനുള്ളൊരു കപ്പാസിറ്റി. 2 വീൽ സൈസും 18 ഇഞ്ചാണ്. ടയർ വരുന്നത് ഫ്രണ്ടിൽ 100/90 സെഷനും ബാക്കിൽ 130/70 സെഷനുമാണ് വരുന്നത്. ഫ്രണ്ടിൽ കൺവെൻഷണൽ ഫോക്സ് ആണ്, 110 mm ട്രാവലും. ബാക്കിൽ വരുന്നത് ഗ്യാസ് ചാർജ്ഡ് ഷോക്ക് അബ്സോർബറാണ് വരുന്നത്. അത് 88 mm ആണ് ട്രാവൽ ചെയ്യുന്നത്. സസ്പെൻഷനൊക്കെ ആക്ച്വലി നൈസാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പോട്ടോൾസിലൊക്കെ എടുത്ത് പോകാനും വലിയ ഡിസ്കംഫേർട്സ് ഒന്നുമില്ല, വന്ന് അടിക്കുന്ന ഫീലൊന്നുമില്ല, നൈസായിട്ടാണ് പോകുന്നത്. പിന്നെ ടയറിൻ്റെ കാര്യം, ടയർ ട്യൂബ്ഡാണ്. സ്പോക്ക് ആയതുകൊണ്ട് തന്നെ ട്യൂബ്ഡാണ് വരുന്നത്. സോ വണ്ടിയുടെ ലൈറ്റ്സ് മൊത്തം ഹാലോജനാണ്. ഹെഡ്ലൈറ്റ് ഹാലോജനാണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജനാണ്, ബാക്കിലെ ടെയിൽ ലൈറ്റും ഹാലോജനാണ് വരുന്നത്. ഒക്കെ ഒരു റെട്രോ ലുക്കിലാണ് എല്ലാ ഫിനിഷും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കിടക്കാം. അപ്പം വണ്ടി ഓണാക്കിയ പഠനെ മൊത്തം ഒരു ഫുൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ഇവിടെ ടാക്കോമീറ്റർ കാണിക്കുന്നുണ്ട്, ABS ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് A, ട്രിപ്പ് B, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ടൈം, നാവിഗേഷൻ ഒന്നുമില്ല. ഒരു 2023 അപ്ഡേറ്റിൽ ഞാനിവിടെ ഒരു നാവിഗേഷൻ പ്രതീക്ഷിക്കുകയാണ് റോയൽ എൻഫീൽഡിൻ്റെ അടുത്ത്. നോക്കാം. സോ ഹാൻഡിൽ ബാസിലേക്ക് വോക്ക് അറൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കിൽ സ്വിച്ച് ഉണ്ട്, ഇഗ്നിഷൻ ഉണ്ട്, പാസ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ ഓഫ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ ഹോൺ എനിക്ക് വളരെ ഇഷ്ടമായി. അത് റോയൽ എൻഫീൽഡ്സിൻ്റെയാണ്. അവരെ ഹോൺ ആക്ച്വലി മാസീവാണ് കേട്ടോ. ഒരു വലിയ ബിഗ് ബൈക്ക് ഫീൽ കിട്ടും നമുക്ക്. വേറെ വണ്ടീനെ കുറ്റം പറയില്ല, ബട്ട് ബാക്കിയുള്ള വണ്ടിക്കൊക്കെ ഒരു PP ഹോണാണ്. ഒരു ഹൾക്ക് ഹോണാണ്. ഓക്കെ, എനിവേ മിറേഴ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ട. റോയൽ എൻഫീൽഡ് ടിപ്പിക്കൽ മിറേഴ്സ്, വൈബ്രേഷൻ ഒന്നും ഇല്ല. നോർമൽ റോയൽ എൻഫീൽഡ് വൈബ്രേഷൻ ഒന്നും എനിക്കിതിൽ തോന്നിയിട്ടില്ല. പക്ഷേ വ്യൂ വളരെ ശോകമാണ്, അത് ഞാൻ ഇപ്പോഴേ പറയാം. ഇനി നമുക്ക് വണ്ടിയുടെ ഗാനം കുറച്ച് കേൾക്കാം. I'll show you. ഓഫ്. ബാക്കി നമുക്ക് റോഡ് പോയി സംസാരിക്കാം. വണ്ടിയുടെ
സീറ്റിങ്ങും വണ്ടിയുടെ റൈഡിങ് ക്വാളിറ്റിയൊക്കെ നമുക്ക് റോഡിലിറങ്ങി സംസാരിക്കാം. സോ ഞാനിപ്പം നമ്മുടെ സ്ഥിരം റോഡിലാണുള്ളത്. വണ്ടിയുടെ ഹാൻഡിൽ പൊസിഷൻ ഇച്ചിരി മുന്നോട്ടായിട്ടാണുള്ളത്. ലൈക്ക് നമ്മുടെ GT പോലെ പ്രോപ്പർ കഫേ പൊസിഷൻ അല്ല, ബട്ട് എന്നാലും ഒരു ഇച്ചിരി ലീനായിട്ടാണുള്ളത്. സീറ്റ് എനിക്ക് ഹാർഡല്ല, കുഷനുണ്ട്, ബട്ട് എന്താ പറയുക, കംഫർട്ടാണ്, അത്ര വലിയ വിഷയമൊന്നും തോന്നുന്നില്ല. നമ്മൾ ലോങ് റൈഡ്സിന് നമുക്ക് നടക്കുമല്ലോ ഈ സീറ്റ്. ബട്ട് ഒരു വീക്കെൻഡ് റൈഡ്സോ ചെറിയ ചെറിയ റൈഡ്സ് ഒരു 20-50 കിലോമീറ്റേഴ്സ് 100 കിലോമീറ്റേഴ്സൊക്കെ വിഷയമില്ല. ലൈക്ക് ഒരു പ്രോപ്പർ 400-600 കിലോമീറ്റേഴ്സൊക്കെ ആണെങ്കിൽ സീറ്റ് ഒരു ഇച്ചിരി പണി തരും നമുക്ക്. പിന്നെ ഫുഡ് പാക്സ് ഒക്കെ നേരെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്, നമുക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടി ഉന്തുന്ന ലൈക്ക് നമ്മളൊന്ന് തള്ളുന്ന ടൈം, വണ്ടീൻ്റെ മേലെ ഇരുന്ന് നമ്മളൊന്ന് വണ്ടി തള്ളുന്ന ടൈം നമ്മളെ കാലിന് ആ ഫുഡ് പാക്ക് വന്നിട്ട് തട്ടും. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസ്കംഫർട്ടാണ്. അതെന്തോ ഒരു ആഫ്റ്റർ തോട്ട് പോലെയാണ് അവർ ഫുഡ് പാക്ക് വെച്ചത്. അതൊന്ന് എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആകും. ബട്ട് എന്താക്കാനാ, ഇച്ചിരി ബാക്കോട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നൈസായിരിക്കും, ഇച്ചിരി സ്പോർട്ടി ഫീൽ ആകും. പക്ഷേ ആ സമയത്ത് നമ്മുടെ മുട്ടിന് പെയിന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻജിൻ കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജീനൊക്കെ വേറെ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ജീന് എൻജിൻ്റെ മേലെ തട്ടാതെ ഒന്ന് സൂക്ഷിക്കുക. കാരണം തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കത്തിപ്പോവും. അപ്പം നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മുടെ കാല് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ ബാക്കിലിരിക്കുന്ന പില്ലൻ്റെ കാര്യമാണെങ്കിലും ഫൂട്ട് റെസ്റ്റ് ആക്ച്വലി എക്സോസ്റ്റിൻ്റെ ഡയറക്റ്റ് മേലെയാണ് വരുന്നത്. അപ്പം നമ്മൾ കാല് ഫൂട്ട് റെസ്റ്റിൻ്റെ മേലെ വെക്കുമ്പം നമ്മുടെ ഷൂവിൻ്റെ സോളിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് എക്സോസ്റ്റിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ആ സമയത്ത് നമ്മുടെ സോളൊന്ന് ഉരുകി പോവും, അല്ലെങ്കിൽ എക്സോസ്റ്റിന് മേലെ സ്ക്രാച്ച് വീഴും. അങ്ങനെ പല സീനും ഉണ്ടാവും. അതൊന്ന് നോക്കുക. വണ്ടി ആക്ച്വലി ലുക്സ് ആൻഡ് പെർഫോമൻസിലാണ് മെയിൻ. അതാണ് മെയിനായിട്ട് വണ്ടി ഒന്ന് അങ്ങനെയൊക്കെ എടുത്തു പോകാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു പവർ ലോസും ഇല്ല. വണ്ടി ത്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയാണ്. ലൈക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള പവർ തന്നെ തരുന്നുള്ളൂ. ഈ പവറിനുള്ള ബ്രേക്കും വണ്ടി തരുന്നുണ്ട്. അതാണ് അടിപൊളി. അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊരു സേഫ്റ്റി ഫീലാണ്. കാരണം പവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ പവറിന് പിടിച്ച് നിർത്താനുള്ളൊരു ബ്രേക്കും കൂടെ നമുക്ക് വണ്ടി തരണം. അല്ലെങ്കിൽ പിടിച്ചോടത്തായിരിക്കില്ല വണ്ടി നിൽക്കുന്നത്. വെയിറ്റ് ഉള്ളതുകൊണ്ട് കോർണർ ചെയ്യാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് ചരിക്കാനൊക്കെ ഈ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് നല്ലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് വണ്ടി എന്ന നിലയ്ക്ക് തീരെ വൈബ്രേഷൻസ് ഇല്ല കേട്ടോ. ഒരു റോയൽ എൻഫീൽഡ് വണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിക്ക് തീരെ വൈബ്രേഷൻസ് ഇല്ല. ബസ് വീലൊക്കെ ഉണ്ട്, ലൈക്ക് RPM കയറി ഒരട്ടിയൊക്കെ പോകുമ്പം ഉറപ്പായിട്ടും വൈബ്രേഷൻസ് വരും. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ വീക്കെൻഡ് റൈഡ്സിന് പറ്റിയൊരു വണ്ടിയാണ്. ഒരു ലോങ് ടൂറിന് പറ്റിയ വണ്ടിയാണെന്ന് വെച്ചാൽ ലഗേജ് ക്യാരി ഇഷ്യൂ ആണ് പ്രശ്നം. ലൈക്ക് എന്താ പറയുക, ചെറിയ ലഗേജൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് നമ്മൾ പ്രോപ്പർ ഒരു സാഡിൽ ബാഗൊക്കെ വെക്കുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. ഒരു ഡഫിൾ ബാഗൊക്കെ ബാക്കിൽ കെട്ടി പോകാനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നൈസായിട്ട് പോവാം. വിൻഷീൽഡ് ഇല്ല, അപ്പം വിൻ ബ്ലാസ്റ്റ് നല്ലപോലെ നെഞ്ചത്തോട്ടടിക്കും. ബട്ട് എന്നാലും വലിയ പ്രശ്നമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് ഇങ്ങനെ പോവാം. മനസ്സിലായി. ഈ വണ്ടി ആക്ച്വലി 650 cc ഉണ്ട്. എനിക്കിത് പൊട്ടിച്ച് ഓടിക്കാനൊന്നും തോന്നുന്നില്ല. എനിക്കിത് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് ഓടിക്കാനാണ് ഇത് തോന്നുന്നത്. സോ വണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 377 വരുന്നത്. അപ്പം ആ പ്രൈസിന് വണ്ടി വേർത്താണോയെന്ന് ചോദിച്ചാൽ 650 cc എഞ്ചിനാണ്, റോയൽ എൻഫീൽഡാണ്. അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ലോറി പോയി അടിച്ചാലും ലോറീൻ്റെ ഉള്ളിൽ കൂടെ പോയി വണ്ടി അപ്പുറത്ത് വരിക എന്നല്ലാതെ ഈ വണ്ടിക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു എന്താ പറയുക, ഒരു ഹൾക്കാണിത്, ഹൾക്ക് അങ്ങനെ വേണേൽ പറയാം. അപ്പം 377 എന്ന് വെച്ചാൽ പ്രൈസ് ഒരു 650 cc വെച്ച് നോക്കുമ്പം അത്ര പ്രൈസല്ല. കാരണം 650 cc എന്നൊക്കെ പറയുമ്പം എന്താ പറയുക, കുറച്ചൊരു 5-6 ആ റേഞ്ചിലേക്ക് പോകും എന്തായാലും ഒരു പ്രൈസ്. ലൈക്ക് ഒരു 5 ലക്ഷം 6 ലക്ഷം ആ റേഞ്ചിലേക്ക് പോകും ഒരു 650 ബൈക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത്. അതൊരു 377 കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നൈസാണ്, നല്ലൊരു എന്താ പറയുക എമൗണ്ടാണ്. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡുകാർ തരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് മനസ്സറിഞ്ഞ് വിശ്വസിച്ച് വാങ്ങാം, അത് വേറെ കാര്യം. പിന്നെ ഈ വണ്ടി എനിക്ക് തന്നത് നമ്മുടെ ഒന്ന് ഇൻ്റർസെപ്റ്റർ റിവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ മോനെ വണ്ടി എടുത്തോ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു അവിടെ.
അപ്പോൾ വണ്ടി ഞാൻ നേരത്തെ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു. വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മീറ്റർ ചുറ്റളവിൽ നമ്മുടെ എൻജിൻ്റെ ഹീറ്റ് അറിയും. വണ്ടിക്ക് ആക്ച്വലി ഒരു റേഡിയേറ്റർ കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എനിവേ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ എനിവേ subscribe the channel, like the video, share. Goodbye.